നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വാടക വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ അദ്ദേഹം അങ്ങനെ കഴിയുകയാണ്. ഈ കലയെ അത്രയും സ്നേഹിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിയാതെ അദ്ദേഹം പലപ്പോഴും തളർന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയും. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ കലാകാരൻ്റെ പേര് ബാബു നാരായണൻ എന്നാണ്. നമസ്കാരം. നമസ്കാരം. ബാബു നാരായണൻ, ഞങ്ങൾ ഈ ഇത് പാട്ടിൻ്റെ നിങ്ങളെ ആ വേദിയിൽ വെച്ച് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളവിടെ വെച്ച വേദിയിൽ പാടുന്നത് കാണുന്നതാണ്. അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശരിയായിട്ടും അന്ന് ഈ 20 വർഷം മുമ്പ് എഴുതിയൊരു പാട്ട്, 20 വർഷം കുറച്ച് ആൾക്കാരിൽ മാത്രം, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ നാട്ടിൻപുറത്ത് മാത്രം ഇത് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനെ ഒരു വൈറലാക്കി മാറ്റിയ നന്ദഗോപൻസിന് നമ്മൾ ആദ്യം ഒരു നമസ്കാരം പറയുകയാണ്. അവരെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആ പാട്ട് അങ്ങനെ ഇത്രയും അധികം ആൾക്കാർ ഏറ്റെടുത്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ അന്ന് സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു വികാരം എന്തായിരുന്നു? ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാണ് ഈ പാട്ട്. അതായത് ക്ഷേത്രങ്ങളിൽ മാത്രം സോപാന സംഖ്യയായിട്ട് ചിട്ടപ്പെടുത്തുകയാണ്. പള്ളികുന്നം പടയണിവട്ടം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് വേണ്ടി എഴുതിയാണ്. അന്ന് അവിടെ സോപാന സംഗീതം ഉണ്ടായിരുന്നു. അത് പാടി അദ്ദേഹം അടുത്ത ജോലിക്കാരൻ ശൂരനാട് ഹരികുമാറായിരുന്നു. അദ്ദേഹത്തിന് പകരം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെ. പുള്ളിക്ക് പരിപാടിയുള്ള ദിവസം പകരത്തിന് ഞാനന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ആദ്യത്തെ വർഷം ഉത്സവം, ഈ 2005 ഉത്സവത്തിന് ഒരു മനോജ് സാറ് വള്ളികുന്നം, അദ്ദേഹം ഈ പനച്ചൂരാനെ കൊണ്ടും, അതായത് ഇവർ സിനിമയിൽ വരുന്നതിന് മുമ്പ് പനച്ചൂരാനെ കൊണ്ട് പാട്ട് എഴുതിക്കുകയും മധുബാലകൃഷ്ണൻ സിനിമയിൽ വരുന്നുണ്ട് അദ്ദേഹത്തെ കൊണ്ട് പാട്ട് പാടിക്കുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവിടുത്തെ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുത്തുകാരനാണെന്നോ അങ്ങനെയൊന്നും അവർക്കറിയത്തില്ല. നമ്മൾ ചെറുതായിട്ടൊക്കെ എഴുതി, അങ്ങനെ എഴുതി ശീലമില്ല, ഒന്നും പുറലോകം കണ്ടിട്ടില്ല. അങ്ങനെ അവിടുത്തെ വർക്കിനകത്തിൽ